മെല്ലെ പോകൂ എന്ന യാത്രക്കാർ, ബ്രേക്ക് പൊട്ടിയെന്ന ഡ്രൈവറും കണ്ടക്ടറും, നെല്ലിയാമ്പതി അപകടത്തിന്റെ സന്ദർഭം വിവരിച്ച ദൃക്സാക്ഷികളായ യാത്രക്കാർ. നെല്ലിയാമ്പതിയിൽ നിന്നും നെന്മാറയിലേക്ക് വിമോദും ഭാര്യ വചനയും രാവിലെ 9:30-യോടെയാണ് ബസ് കയറിയത്. കാരപ്പാറയിൽ നിന്നും രാവിലെ 8:30-യോടെ പുറപ്പെട്ട ബസ്സാണിത്. പുലർച്ചെ 5 മണിക്ക് പാലക്കാട്ട് നിന്നും കാരപ്പാറയിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സിൽ കാരപ്പാറയിൽ നിന്നും പുറപ്പെടുമ്പോൾ ബസ്സിന് തകരാറൊന്നും ഉണ്ടായിരുന്നില്ല. നെല്ലിയാമ്പതിയിൽ നിന്നും ആളെ കയറ്റി ഇറങ്ങി വരുമ്പോഴാണ് ബ്രേക്ക് തകരാറിലാകുന്നത്. പോത്തുണ്ടിയിലെത്തുന്നതിന് മുൻപായി 2ാം വളവിലെത്തുമ്പോഴായിരുന്നു ബസ്സിന് വേഗത കൂടിയതെന്ന് ബസിന്റെ പിൻസീറ്റിലുണ്ടായിരുന്ന നെല്ലിയാമ്പതി ചന്ദ്രാമല സ്വദേശി വിമോദ് UTVയോട് പറഞ്ഞു. സംഭവിച്ച് ഞങ്ങൾ നെല്ലിയാമ്പതിയിൽ നിന്ന് 9:20 ബസ്സിന് വരാൻ വേണ്ടി ഞങ്ങൾ വന്ന സമയത്ത് കുണ്ടച്ചോല പാലത്തിന് ശേഷം വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ലെഫ്റ്റ് സൈഡിൽ ചരിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ബസ്സിലുള്ള പാസഞ്ചർക്ക് ഒന്ന് ദേഷ്യപ്പെട്ടു. ചേട്ടാ മെല്ലെ പോയാൽ മതി, എവിടേക്കത്ര സ്പീഡിൽ പോകണമെന്ന് ചോദിച്ചിട്ട് ഒരു 19ഓളം ആൾക്കാർ വണ്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ കണ്ടക്ടർ ചോദിച്ചേട്ടാ എന്താണ് ഇത്ര സ്പീഡ് ചോദിച്ചപ്പോഴാണ് ബ്രേക്ക് പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടിയിലുള്ള അമ്മമാരൊക്കെ പേടിച്ച സമയത്താണ് നമ്മൾ കുണ്ടച്ചോല പാലം കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിലേക്ക് നെന്മാറ പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിലേക്കാണ് വണ്ടി മറിഞ്ഞത്. ഇത് കണ്ടക്ടറിന് കുറ്റമല്ല, കണ്ടക്ടറിന് ഡ്രൈവറിന് കുഴപ്പമൊന്നുമല്ല, ബ്രേക്ക് പോയതാണ്. സ്പോട്ടിൽ ഒരമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു അവിടെ, പിന്നെ ഒരാൾ മരണപ്പെട്ടു. യാത്രക്കാരെല്ലാം പതുക്കെ പോകൂ എന്ന് പറഞ്ഞ ഡ്രൈവറോട് കോപിച്ചു. എന്നാൽ ബ്രേക്ക് പൊട്ടിയെന്ന് കണ്ടക്ടർ പ്രസന്നകുമാർ അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് ഡ്രൈവറും ഇക്കാര്യം പറഞ്ഞത്. ഇതോടെ ബസ് അരികിലേക്ക് ഒതുക്കി നിർത്താൻ ഡ്രൈവർ വിജയൻ കഠിന പരിശ്രമം നടത്തുകയായിരുന്നു. എന്നാൽ ബസ് 10 അടിയോളം താഴ്ചയുള്ള കൊക്കയിലേക്ക് നീങ്ങുകയാണ് ഉണ്ടായതെന്ന് വിമോദ് പറഞ്ഞു. നെന്മാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ 2 പേരാണ് ചികിത്സയിലുള്ളത്. വചന എന്ന 35-കാരിയും തങ്കമ്മ എന്ന 49-കാരിയും. ഇവരുടെ പരിക്ക് ഗുരുതരമുള്ളതല്ല. അതേസമയം എന്തുകൊണ്ട് ബസ് പുറപ്പെടും മുമ്പ് ബ്രേക്ക് സംവിധാനം മെക്കാനിക്കുകൾ പരിശോധിച്ചില്ലെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. UTV ന്യൂസ്, പാലക്കാട്.